നിതിൻ തുടരണം. എന്തായാലും നമ്മളോടൊപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജയൻ ചേർത്തല നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജയൻ കേൾക്കുന്നുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ജയൻ, ഇപ്പോൾ ഈ ഒരു ആരോപണം നേരിട്ടതിനെ തുടർന്ന് ഇപ്പോൾ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിനു മുൻപും ഈ ഒരു നടി രേവതി സമ്പത്ത് ഇതിനു മുമ്പും ഇത്തരത്തിൽ സിദ്ദിഖിനെതിരെ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു. 2019, 2022 ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ സമയത്തെല്ലാം വളരെ ലാഘവത്തോടെയായിരുന്നു ഇത് നേരിട്ടത്. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെയൊരു പെട്ടെന്നൊരു പ്രതികരണം ഉണ്ടാവാൻ കാരണം? ഞാൻ പറഞ്ഞല്ലോ, അതിനെ ലാഘവത്തോടെ കണ്ട സമയത്ത് ആരിരുന്നാലും അത് തെറ്റായിരുന്നു എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു ആരോപണം 2019-ലും 2022-ലും വന്ന സമയത്ത് കൃത്യമായിട്ട് അതിൽ ഇടപെടണമായിരുന്നു, അതിന് വേണ്ട രീതിയിൽ പ്രതികരിക്കണമായിരുന്നു വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ അമ്മയുടെ ഭാരവാഹിത്വത്തിൽ വരുന്നിട്ട് ഇപ്പോൾ 1.5 മാസമേ ആയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങൾക്കിത് ഇവിടെ വരുന്ന പരാതികളെ കുറിച്ച് ഒരു സാധാരണ മെമ്പർ എന്നുള്ള ലെവലിൽ നമ്മൾ അറിയുന്ന പലപ്പോഴും ജനറൽ ബോഡികളിൽ ചർച്ചയ്ക്ക് ഈ വിഷയം വരുന്ന സമയത്താണ്. പക്ഷേ 2019-ൽ പരാതി വന്നെങ്കിൽ 2020-ലോ 2019-ലോ അല്ലെ 2022-ൽ വരുമ്പോൾ അതിനടുത്ത വർഷങ്ങളിലോ ആ വർഷമോ ജനറൽ ബോഡികളിൽ ഇങ്ങനത്തെ ഒരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. മറ്റു മെമ്പേഴ്സിനെ വിളിച്ചാൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അപ്പൊ ഞങ്ങൾ സത്യത്തില് ഈ പ്രാവശ്യത്തെ ഇലക്ഷന് മത്സരിച്ച് പത്രഭാഷയിൽ പറഞ്ഞാല് ഔദ്യോഗിക പാനൽ അങ്ങനെയൊന്നും അമ്മയിലില്ല, പക്ഷെ പത്രവാർത്തയിൽ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ച 3 പേരിൽ ഒരാളാണ് ഞാൻ. അങ്ങനെ വൈസ് പ്രസിഡന്റ് ആയ ഒരാളാണ് ഞാൻ. പറഞ്ഞു മനസ്സിലായി. അപ്പൊ എനിക്ക് സത്യത്തിൽ ഈ വാർത്തയെ കുറിച്ച് ഞാൻ ഇന്നലെ രാത്രിയിലാണ് അറിയുന്നത്, മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്, അല്ലാതെ ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ അറിഞ്ഞ സ്ഥിതിക്ക് എനിക്കതിൽ ദുഃഖമുണ്ട്. ഒരിക്കലും നമ്മുടെ ഐഡിയോളജി നമുക്കതിന് അനുകൂലിച്ച് നിൽക്കാൻ സാധിക്കില്ല. അദ്ദേഹം രാജിവെച്ചത് ഏറ്റവും ഉചിതമായ തീരുമാനമാണ്, അത് ന്യായമായ തീരുമാനമാണ്. രാജിവെക്കുക തന്നെ വേണം. അന്വേഷണത്തെ നേരിട്ടിട്ട് അതിന്റെ പേരിൽ ഒരു സംഘടനയെ നമുക്ക് ഇരുട്ടിലാക്കാൻ പറ്റില്ല. ആ സംഘടന 506 മെമ്പേഴ്സ് ഉള്ള നല്ല ആൾക്കാർ, ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയെ മൊത്തത്തിൽ ഈ ഒരാളുടെ ആരോപണത്തിന്റെ പേരിൽ ആ സംഘടനയെ നമുക്ക് ചീത്തയാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താ സിനിമയിലുള്ള എല്ലാവരും കുഴപ്പക്കാരാണെന്നൊരു തോന്നൽ വരാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെച്ചത് ഉചിതമായ തീരുമാനമാണ്. അദ്ദേഹം അന്വേഷണത്തെ നേരിടട്ടെ, അദ്ദേഹത്തെ ന്യായീകരിക്കട്ടെ. അതാണ് നമ്മുടെ തീരുമാനം. അതേപോലെ കഴിഞ്ഞ ദിവസം താങ്കളും ഉണ്ടായിരുന്നു ആ നിലപാട് വെളിപ്പെടുത്തുന്നതിൽ. കാരണം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, താങ്കൾ വൈസ് പ്രസിഡന്റ് ആണ് അമ്മയുടെ. അപ്പോൾ കഴിഞ്ഞ ദിവസവും പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് തന്നെയായിരുന്നു സിദ്ദിഖ് പറഞ്ഞിരുന്നത്. ഇപ്പോഴും ആ ഒരു നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാന്ന്. കാരണം അതിന് മുമ്പുള്ള എന്റെ പേഴ്സണൽ ഇന്റർവ്യൂ നിങ്ങളെയൊക്കെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ എറണാകുളത്ത് നടത്തിയപ്പോഴും ഞാൻ പറഞ്ഞു സത്യത്തിൽ എനിക്കറിയില്ല. കാരണം അതാണ് എന്റെ സത്യം. ഞാൻ അതിനെക്കുറിച്ച് അറിയാത്തൊരു കാര്യം ഞാൻ എങ്ങനെ പറയും? എനിക്കറിയില്ല അതിനെക്കുറിച്ച്. കാരണം ഞാൻ കേട്ടറിവാണ്. നിങ്ങളെ പോലത്തെ മാധ്യമങ്ങൾ പറയുന്നത് വെച്ചിട്ടാണ് ഞാൻ ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് സത്യത്തിൽ തിരിച്ചറിയുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോഴും ഞാൻ അജ്ഞനാണ്. പിന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഓരോരുത്തർ പറയുന്നതിനെ ഞാൻ ഒരിക്കലും എതിർക്കുന്നില്ല. ചിലപ്പോൾ ഉണ്ടാകാം. ഇന്നലെ തന്നെ ശ്വേത പറയുന്നുണ്ടായിരുന്നു പവർ ഗ്രൂപ്പ് ഉണ്ട്. ശ്വേതയും ഞാനും ഞങ്ങൾ അടുത്ത ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പൊ ശ്വേത പറഞ്ഞു, ജയൻ ഞാൻ അറിയാഞ്ഞിട്ടാണ്, അങ്ങനെ ഒരു സാധനമുണ്ട്, ഓക്കെ, അവരെ ഞാൻ വിശ്വാസത്തിലെടുക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാം. പക്ഷെ എനിക്ക് അറിയില്ലല്ലോ ഇതിനെ കുറിച്ചിട്ട്. അപ്പം അതാണ് അതിന്റെ സത്യം. ഞാൻ കള്ളം പറഞ്ഞതല്ല. ജയൻ, അതേപോലെ കഴിഞ്ഞ ദിവസം താങ്കൾ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരു എടുത്തു ചൂണ്ടിക്കാട്ടിയാണ് ഞാൻ പിന്നെയും ചോദിക്കുന്നത്. കാരണം 99% അല്ലെങ്കിൽ 99% സംഘടനയിലെ ആൾക്കാരും അല്ലെങ്കിൽ വനിതാ പ്രവർത്തകരും ഇതിൽ മൊഴി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. അതിനുശേഷം താങ്കൾ ഒരു തുടർ നടപടി എന്നോണം ഈ ഒരു വനിതാ സിനിമാ പ്രവർത്തകരോടെല്ലാം ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചിരുന്നു. കാരണം ഇത്തരത്തിൽ നിങ്ങൾക്ക് ദുരനുഭവം നേരിട്ടിരുന്നു എന്നുള്ള തരത്തിൽ നിങ്ങൾ ഒരു നീക്കം, അല്ലെങ്കിൽ സംഘടനയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടോ? സംഘടനാ തലത്തിൽ എന്നുള്ളതിനപ്പുറത്തോട്ട് ഞാൻ മിക്കവാറും ഉള്ള മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലൂടെ അവരുമായിട്ട് സംവേദിക്കുന്ന ഒരു സ്വഭാവം ഞാൻ ഭാരവാഹി ആയതിനു ശേഷമുണ്ട്. അത് സംഘടന നിയമാവലി ഒന്നും നോക്കിയിട്ടല്ല. ഞാൻ ഒരു ഭാരവാഹി ആയപ്പോൾ ഒരു സംഘടന എങ്ങനെ ചലിപ്പിക്കണം എന്നുള്ള എന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഞാനൊരു ബ്രോഡ്കാസ്റ്റ് ഒരു നല്ല 2 ഗ്രൂപ്പ്, ഒന്നിൽ 250 പേരുമുണ്ട്, ഒന്നിൽ 252 പേരുമുണ്ട്, ഒന്നിൽ ഏതാണ്ട് 160 പേരോളം ഉണ്ട്. അങ്ങനെ ഒരു 410 പേരാ. ബാക്കിയുള്ളവരെ നമ്പരൊന്നും കറക്റ്റ് എല്ലാം തോന്നുന്നു എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അവരുമായിട്ട് ഞാൻ സ്ഥിരം അമ്മയുടെ പരിപാടികൾ എത്തിച്ചു കൊടുക്കാനും എക്സിക്യൂട്ടീവ് തീരുമാനം തന്നെ പത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവരെ എത്തിച്ചു കൊടുക്കാനും ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട്. അപ്പൊ അതിൽ ഞാൻ പലരുമായിട്ട് സംവേദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരമാണ്
അവരെ പലരെയും കമ്മിറ്റി വിളിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ എന്നോട് മാധ്യമക്കാരൻ പറയുന്നുണ്ട്, ഞാൻ പത്രത്തിൽ അങ്ങോട്ട് വരാൻ തയ്യാറാണ് എന്ന് പറയേണ്ട അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ സത്യത്തിൽ ഞാൻ അതിന് എന്റെ അറിവില്ലായ്മയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് 90% പേര് മൊഴി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ്. തീർച്ചയായും. അതേപോലെ ഇനി ഉള്ള സംഘടനയുടെ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? കാരണം ഇപ്പോൾ പുതുതായി ഈ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം ബാബുരാജിനായിരിക്കും എന്നുള്ള തരത്തിൽ വിവരങ്ങൾ ലഭിച്ചിരുന്നു. എങ്ങനെയായിരിക്കും ഇതിന്റെ തുടർ നടപടികളെല്ലാം സംഘടനയുടെ ഭാഗത്തു നിന്ന്? സംഘടനാ രീതി അനുസരിച്ച് നമ്മള് സെക്രട്ടറി മാറിക്കഴിയുമ്പോൾ ജോയിന്റ് സെക്രട്ടറിക്ക് അധികാരം കൊടുക്കുക എന്നുള്ളൊരു ബാധ്യതയുണ്ടല്ലോ. അപ്പൊ അതിനുശേഷം നമുക്ക് അടുത്ത ജനറൽ ബോഡിയിലല്ലേ നമുക്ക് ഉറപ്പിച്ചൊരു ജനറൽ സെക്രട്ടറിയെ, സ്ഥിര ജനറൽ സെക്രട്ടറിയെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുവരെയുള്ള പോക്കെന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം നമുക്ക് ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതല്ലേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതെ, അത് ചുമതല ഏൽപ്പിക്കലായിരിക്കും തീർച്ചയായിട്ടും, കേട്ടോ. അതെ. അപ്പോൾ ഒരു അടിയന്തര യോഗം എപ്പോഴായിരിക്കും ഉണ്ടാവുക? ഇന്ന് തന്നെ, ഉടൻ തന്നെ ഉണ്ടാവുമോ? മനസ്സിലാക്കിയിടത്തോളം ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരിക്കും അടിയന്തര യോഗം. തീർച്ചയായും. അപ്പം ഇനിയും ചോദിക്കാനുള്ളത്, ഈ സിദ്ദിഖിനെ, ഈ ഒരു ആരോപണ വിധേയനായ സിദ്ദിഖിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം സംഘടനയുടെ ഉള്ളിൽ ഉണ്ടാവുമോ? നിങ്ങൾ തമ്മിലുള്ള ഒരു അന്വേഷണം കൃത്യമായി ഇത് സത്യമാണോ എന്നുള്ള നിലയ്ക്ക് അന്വേഷിച്ച് അറിയേണ്ടത് സംഘടനയുടെ ചുമതലയാണല്ലോ. അപ്പോൾ അത്തരത്തിലൊരു അതിനെക്കുറിച്ച് തീരുമാനം അന്ന് എടുക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ എക്സിക്യൂട്ടീവ് കൂടിയിട്ടല്ലേ, ഞാൻ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയുന്ന മോശമല്ലേ. സത്യത്തിൽ അന്വേഷണം വേണം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ, തീർച്ചയായും. വളരെയധികം നന്ദി ജയൻ ചേർത്തല. അമ്മ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയാണ് നമ്മളോടൊപ്പം